ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടിന് യോഗ്യത നേടിയ ക്യാൻസർ ബാധിയായ യുവതിയെയും സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെയും തഴഞ്ഞ് ആലപ്പുഴ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ. യോഗ്യതാ ലിസ്റ്റ് മറികടന്ന് മറ്റൊരാൾക്ക് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പണം അനുവദിച്ചു. 4-ാം വാർഡിൽ താമസിക്കുന്ന മഹേശ്വരിയും കുടുംബവുമാണ് വഞ്ചനയ്ക്കിരയായത്. ന്യൂസ് 18 അന്വേഷണം. മാർച്ച് 3-ന് പഞ്ചായത്തിൽ നിന്ന് വിതരണം ചെയ്ത ലിസ്റ്റ് പ്രകാരം മഹേശ്വരി വീട് അനുവദിച്ചവരുടെ പട്ടികയിൽ 152ാമത്തെ ആളാണ്. പട്ടികയിൽ 150 വരെയുള്ളവർക്ക് ഉടൻ പണം അനുവദിക്കൂ എന്ന അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് അവസരത്തിനായി ഈ കുടുംബം കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ലിസ്റ്റ് പ്രകാരം 153ാമത് അവസരമുള്ളയാൾക്ക് പണം ലഭിച്ചതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എനിക്ക് സുഖമില്ലാത്തതാണ്. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. കുഞ്ഞിനാണെങ്കിലും കുടൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. എന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മഴ വന്നപ്പോൾ നമുക്ക് കിടക്കാനോ പിടിക്കാനോ ഒന്നും നടക്കുന്നില്ല. ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ വീട്ടിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ താമസിച്ചു പോരുന്നത്. എനിക്ക് മുമ്പ് ഒരാൾക്കും കിട്ടാനുണ്ട്, എനിക്കും കിട്ടാനുണ്ട്. ഞങ്ങൾ 2 പേര് കവർ ചെയ്തിട്ടാണ് 3ാമതൊരാൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇത്രയും ഈ ഒരു അവസ്ഥയിൽ ഒരു ഷെഡും ഉണ്ടാവത്തില്ല. കാര്യം നമുക്കിപ്പോൾ ഇതായിട്ടൊന്നും ചെയ്യാനായിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നും നടക്കുന്നില്ല. തുടർന്ന് വാർഡ് മെമ്പർ സ്വപ്ന നടത്തിയ അന്വേഷണത്തിൽ 153ാം നമ്പറുകാരിയായ ബിന്ദുവിന് യോഗ്യത മറികടന്ന് ഉദ്യോഗസ്ഥർ പണം അനുവദിച്ചുവെന്ന് ബോധ്യപ്പെട്ടു. വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ചയായതോടെ മറ്റൊരു ലിസ്റ്റുണ്ടെന്ന വാദവുമായി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എത്തി. എന്നാൽ ഈ ലിസ്റ്റ് പഞ്ചായത്തിൽ ഇതുവരെ വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല. പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആ ലിസ്റ്റ് എല്ലാം ഞങ്ങൾക്ക് ഇപ്പം വാട്സാപ്പ് ചെയ്ത് തന്നത്, പഞ്ചായത്തിൽ തന്നത് കഴിഞ്ഞപ്പോഴത്തേക്കാണ്. അതെ 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 അതിന് മുന്നേ നമുക്കറിയില്ല. നമ്മുടെ ഇത് വെച്ച് 152ാമത്തെ ലിസ്റ്റാണ് ഈ മഹേശ്വരിയുടേത്. പക്ഷെ നമ്മൾ വാർഡ് മെമ്പർമാർ അറിഞ്ഞിരിക്കണം ഇപ്പം ഇങ്ങനെ ലിസ്റ്റ്. ഇപ്പം ഞാനത് കമ്മിറ്റി പറഞ്ഞപ്പോഴാണ് പറയുന്നത് 150 വരെയാണ് എടുത്തേക്കണം ഈ പുതിയൊരു ലിസ്റ്റിന്റെ കാര്യം. അല്ലാണ്ട് നമുക്കറിയില്ലായിരുന്നു. പുതിയ ലിസ്റ്റ് പ്രകാരവും യോഗ്യത അട്ടിമറിക്കപ്പെട്ടാണ് പണം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ സംഭവിക്കില്ലെന്നാണ് ലൈഫ് മിഷൻ ജില്ലാതല ഓഫീസർ പൊൻസിനിയുടെ പ്രതികരണം. നമ്മളിപ്പോ ജനറൽ കാറ്റഗറിയാണ് അവര്. നമ്മൾക്കിപ്പോ ഫണ്ട് ആയിട്ടേ ഉള്ളൂ. അല്ല, ഇവര് കഴിഞ്ഞുള്ള ആളുകൾക്ക് എങ്ങനെ കിട്ടിയത് പൈസ? ഇവര് ഇല്ല അങ്ങനെ കിട്ടിയിട്ടില്ല. അത് അവര് പറയുന്നതാണ്. ഞാനത് ഇപ്പം പരാതി വന്നത് വെച്ചിട്ട് അതകത്ത് തന്നെ വിളിച്ചിട്ട് ഞാനത് കൺഫേം ചെയ്തിട്ടുണ്ട്. അവര് 149 നമ്പര്. പൊളിഞ്ഞു വീഴാറായ ഒറ്റമുറി വീട്ടിലാണ് തൈറോയിഡ് ക്യാൻസർ ചികിത്സയിലിരിക്കുന്ന മഹേശ്വരിയും കുടൽ പിരിഞ്ഞു പോകുന്ന രോഗമുള്ള ചെറിയ കുഞ്ഞുൾപ്പെടെയുള്ള കുടുംബവും ജീവിക്കുന്നത്. ഒരേ വാർഡിലെ 2 പേരിൽ ഒരാൾക്ക് പണം കിട്ടുകയും മറ്റൊരാൾക്ക് ലഭിക്കാതെ വരികയും ചെയ്തതുകൊണ്ട് മാത്രമാണ് തട്ടിപ്പ് പുറത്തു വന്നത്. അല്ലെങ്കിൽ അറിയിപ്പ് ലഭിക്കാതെ യഥാസമയം രേഖകൾ ഹാജരാക്കാത്തയാളായി മഹേശ്വരിയും ഈ കുഞ്ഞുങ്ങളും അധികാരികളുടെ വഞ്ചനയ്ക്കും സ്വജനപക്ഷപാതത്തിനും ഇരയായേനെ. യോഗ്യതാ ലിസ്റ്റ് മറികടന്ന് എങ്ങനെയാണ് മറ്റൊരാൾക്ക് പണം ലഭിച്ചതെന്ന് വിശദീകരിക്കേണ്ടത് തണ്ണീർമുക്കം പഞ്ചായത്ത് അധികൃതരും ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥരുമാണ്. മഹേശ്വരിയുടെയും ഈ കുഞ്ഞുങ്ങളുടെയും ദുരവസ്ഥ കണ്ടിട്ടും മുഖം തിരിച്ച ഉദ്യോഗസ്ഥർക്ക് മനസ്സാക്ഷിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ തണ്ണീർമുക്കം കട്ടച്ചിറയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.